നമസ്കാരം. നമസ്തേ. ഓണറബിൾ സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ ജുഡീഷ്യൽ മെമ്പറും അതിൻ്റെ സീനിയർ അധ്യക്ഷനും ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ഒബ്സർവേറ്ററിയുടെ അംബാസാഡറും അതിൻ്റെ പ്രൊജക്റ്റ് ഹെഡും, ലോക സമാധാന സംഘടന, ലോക പുനരധിവാസ സംഘടന എന്നിവയുടെ അന്താരാഷ്ട്ര സെക്രട്ടറി ജനറൽ, ഒപ്പം ഒരു പ്രിൻസിപ്പൽ മെഡിക്കൽ സയൻറ്റിസ്റ്റ് കൂടിയായി എനിക്കിന്ന് വളരെയധികം സന്തോഷവാനാണ്. കാരണം ഞങ്ങളുടെ വർഷങ്ങളോളമുള്ള അധ്വാനമാണ് ഒരു മനുഷ്യാവകാശ ഒഫീഷ്യൽ എന്നുള്ള നിലയിൽ ജയിലിൽ കിടക്കുന്നവർക്ക് അവർക്കും അന്തസ്സുണ്ട്. ജയിലിൽ കിടക്കുന്നവരും എല്ലാവരും കുറ്റവാളികളല്ല, മാന്യന്മാരുമുണ്ട്. അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ഞാൻ ഏകദേശം 40 കൊല്ലമായി ഭാരതത്തിൽ പല കോടതികളിലും യുദ്ധം ചെയ്യുന്ന, നിയമ നടപടികളെടുക്കുന്ന ഒരു ഒഫീഷ്യലാണ്. അതിൻ്റെ 2 ദിവസം മുമ്പേ മഹാനായ ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞതുപോലെ ജയിലിൽ കിടക്കുന്നവരും ജയിൽ പുള്ളികൾക്കും അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്, വിലയുണ്ട്. സാഹചര്യങ്ങളാണ്, നമ്മുടെ ഭാരതത്തിലെ തെറ്റായ സാഹചര്യങ്ങളാണ് അവരെ കുറ്റവാളികളെ ആക്കിയതെന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുകയുണ്ടായി. ആ വിധിന്യായത്തിൽ അതിൻ്റെ അതേ ചുവട് പിടിച്ച് 2 ദിവസം മുമ്പേ എല്ലാ ജയിൽ പുള്ളികൾക്കും ജയിലിൽ കിടക്കുന്ന റിമാൻഡ് തടവുകാർക്കും അവരുടെ വേതനത്തിൽ തൊഴിൽ ചെയ്യുമ്പോൾ 10 ഇരട്ടി വേതനം വർദ്ധിപ്പിച്ചതിനെതിരെ ഓണറബിൾ ജസ്റ്റിസ് കമാൽ പാഷ അടക്കം പലരും വിമർശിക്കുകയുണ്ടായി. വളരെ വേദന തോന്നി. എല്ലാവർക്കും സുഖകരമായ രാജകീയ സാഹചര്യങ്ങളിൽ ജനിക്കാനോ ജീവിക്കാനോ ഭാരതത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ പറ്റില്ല. ഒരു ദരിദ്ര രാജ്യമാണ് ഭാരതം. ഇന്നും വികസനം എന്ന് പറയുന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ അന്തസ്സിനും സമാധാനത്തിനും സന്തോഷത്തിനും വിശ്വാസങ്ങൾക്കുമൊന്നും ഇപ്പോഴും സ്വാതന്ത്ര്യമില്ല ഭാരതത്തിൽ, ഭരണഘടനാപരമായി ഉണ്ടെങ്കിലും. അപ്പോൾ ഏതോ സാഹചര്യത്തിൽ കുറ്റം ചെയ്ത ഒരു കുറ്റവാളി അവൻ സുപ്രീം കോടതി വരെ പോകണം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ. പലപ്പോഴും ഭാരതത്തിലെ ഒരു പ്രത്യേക സാഹചര്യമാണ്. കാരണം എല്ലാ രംഗത്തും തെറ്റായ അഴിമതി കൂടി നിറഞ്ഞൊരു പ്രവണതയാണ് ഭാരതത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കടന്ന് നരകിക്കുന്ന അവനും അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. അവന് ന്യായമായ ജോലി ചെയ്ത് അവനെ ആ കുറ്റത്തിൽ നിന്ന് കറക്ഷൻ സെൻറ്റർ എന്നാണ് ജയിലിന് ഞങ്ങളിടാൻ പോകുന്ന പുതിയ കർശനമായ ഓർഡർ, നിയമ നടപടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ജയിൽ എന്ന പേര് മാറ്റണമെന്നും അവിടെ കറക്ഷൻ സെൻറ്റർ, ഒരാളെ തെറ്റുതിരുത്തുമ്പോൾ അവനൊരു തൊഴിൽ ചെയ്ത, ഒരു മോഷണക്കാരനാണെങ്കിൽ ഒരു തൊഴിൽ ചെയ്യുന്നതിൻ്റെ മഹത്വം അവൻ പഠിക്കുകയാണ്. ന്യായമായ ശമ്പളം കൊടുത്ത് ഒരു തൊഴിൽ, ന്യായമായ അന്തസ്സുള്ള ജീവിതം ജയിലിൽ കൊടുത്താൽ അതിലെന്താണ് കുഴപ്പം? അതിനെ എതിർക്കുന്ന ജയിൽ പുള്ളികളൊക്കെ മുഴുവൻ ഈ പറയുന്ന വിധി എഴുതുന്നവരും വാദിക്കുന്നവരും മനുഷ്യരുമെല്ലാം യേശു പറഞ്ഞതുപോലെ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ പോലെ ആരാണ് ഇവിടെ പാപം ചെയ്യാത്തത്? അതിൽ സമ്പന്നർ പണത്തിലൂടെ രക്ഷപ്പെടുന്നു. സാധാരണക്കാരൻ പലരും നിയമവഴിയുടെ തെറ്റായ ഫാൾസ് FIRലൂടെ, ചിലപ്പോൾ തെറ്റായ നിഗമനങ്ങളിലൂടെ പലപ്പോഴും അപകടത്തിലാവുന്നു. അവർ ഉന്നത കോടതിയിൽ നീതി തേടി പലപ്പോഴും നിരപരാധികളാണെന്ന് തെളിയിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ നടത്തിയ പഠനത്തിൽ 35% ഭാരതത്തിലെ ജയിലിൽ കിടക്കുന്നവർ നിരപരാധികളും അവരെ പോലീസുകാരോ എതിരാളികളോ ശത്രുക്കളോ രാഷ്ട്രീയക്കാരോ എതിർ കക്ഷിക്കാരോ കുടുക്കിയതാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഠന റിപ്പോർട്ട് അവസാനം ഞാൻ ഭാരതത്തിലെ പ്രസിഡൻറ്റിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ നടപടികൾ എടുക്കുന്നു. ഇതൊരു ഗൗരവമായ വിഷയമാണ്. ഒപ്പം ജയിലിൽ 10 പേർക്കൊരു ഫോണ്, ഓരോരുത്തർക്കും ഓരോ ഷേവിങ് സെറ്റ്. പണ്ട് ഇത് 10 പേർക്ക് ഒരു ബ്ലേഡായിരുന്നു. അങ്ങനെ സ്കിൻ ക്യാൻസർ ഉണ്ടെന്നും അവിടെ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്ന പല മനോരോഗികൾ അടക്കം അവർക്ക് മനോരോഗ ചികിത്സയാണ് വേണ്ടത്, ആ മനോരോഗമാണ് കുറ്റവാളികളാണെന്നും കണ്ടെത്തി ഞാൻ പലപ്പോഴും കൊടുത്ത റിപ്പോർട്ടിൽ ഇന്ന് ജയിൽ പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയിലിലുള്ളവരും വിലയുള്ളവരാണെന്നും അവർക്ക് ന്യായമായ ശമ്പളം കൊടുക്കുന്നതിൽ തെറ്റില്ലെന്നും ആ നടപടി കേരള സർക്കാരിൻ്റെ ഉചിതമാണെന്നും ഞങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയും അന്താരാഷ്ട്ര അതോറിറ്റികളും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആരെയും പിടിച്ച് ജയിലിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഭാരതത്തിലുള്ളത്. ഒരു തെറ്റായ FIRോ ഒരു തെറ്റായ വെള്ളപ്പേപ്പറിൽ ഒരു കേസോ മതി ഒരു മനുഷ്യൻ അഴിക്കുള്ളിലാകാൻ. ഏതെങ്കിലും ഒരുത്തിയോ ഒരുത്തനോ വിളിച്ചു പറഞ്ഞാൽ മതി, എന്നെ പീഡിപ്പിച്ചു, തൊട്ടു,
എന്ന് പറഞ്ഞാൽ മതി, അവൻ അഴിക്കുള്ളിലാവും. സത്യമെന്തെന്ന്, കാരണം ശാസ്ത്രീയമല്ല ഭാരതത്തിലെ പല കാര്യങ്ങളും. വിദേശ രാജ്യങ്ങളിൽ സ്വകാര്യ ജയിലുകളുണ്ട്, അവർക്ക് അന്തസ്സുണ്ട്, അവരുടെ അന്വേഷണം 100% ശാസ്ത്രീയമാണ്. ഭാരതം ഇനിയും സയൻറ്റിഫിക്കായിട്ട് ജയിലിലും മറ്റെല്ലാ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, നിയമനിർമ്മാണ സഭകളിലും ഒരു ശാസ്ത്രീയത കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഒഫീഷ്യൽ എന്നുള്ള നിലയിൽ കേരള സർക്കാരിൻ്റെ ഈ നടപടിയെ അഭിനന്ദിക്കുന്നു. ജയിലിൽ കിടക്കുന്നവർക്ക് അന്തസ്സുണ്ട്, അവർക്ക് മനുഷ്യാവകാശങ്ങളുണ്ട്, എല്ലാ മനുഷ്യർക്കും അന്തസ്സുണ്ട്, അത് യാചകർക്കും രാജാവിനും. താങ്ക് യു. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ സീനിയർ അധ്യക്ഷനും ജുഡീഷ്യൽ മെമ്പറും. ലോക സമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം. താങ്ക് യു.